Hello friends, welcome to City's Paradise. ഇന്ന് നമുക്ക് മീൻകറി ഉണ്ടാക്കി നോക്കാം. ഒരു മീൻകറി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണെങ്കിലും ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 3/4 കിലോ ആവോലി കഴുകി വൃത്തിയാക്കിയതാണിത്. ഒരു 3/4 തേങ്ങയുടെ 1/4 പാലും 2/2 പാലും 3/4 പാലും ഒരുമിച്ച് എടുത്തു വെച്ചതാണ്. 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 4 കഷ്ണം പുളി വെള്ളത്തിലിട്ടതാണ് കഴുകി വൃത്തിയാക്കിയിട്ട്, പിന്നെ കറിവേപ്പില, ഒരു പകുതി സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ മുളക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിനി കറി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും പൊടികളെല്ലാനും ഒരുമിച്ച് തന്നെ ഇടാം. എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീൻകറി എപ്പോഴും മൺചട്ടി തന്നെ വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2/2 പാലും 3/4 പാലും എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും കട്ടയൊന്നും ഇല്ലാതിരിക്കണം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ആ പുളി വെള്ളത്തിലിട്ടിരിക്കുന്നത് അതും ചേർത്ത് വെള്ളവും എല്ലാം പുളിയും വെള്ളം എല്ലാം കൂടി ചേർത്ത് നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. കുറുകി വരണം, തിളച്ച് നന്നായി വറ്റി കുറുകി വരണം. ഇനി നമുക്കിതിൻ്റെ നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. കൊള്ളാം, ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 പാൽ കൂടി ചേർക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് വരും. 1/4 പാൽ ചേർക്കുമ്പോൾ സിമ്മിലാക്കിക്കോളണം, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്കിത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം. കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ആ ടേസ്റ്റ് അങ്ങോട്ട് കറിയിലേക്ക് ഇറങ്ങണം. അത് എപ്പോഴാ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ട്, ടേസ്റ്റിനൊന്നും കുറവില്ല, എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കറി ഇങ്ങനെ ഇരിക്കും. കൊള്ളാമല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ